نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم لا يقاتلونكم جميعا إلا في قرى محصنة أو من وراء جدر بأسهم بينهم شديد تحسبهم جميعا وقلوبهم شتى ذلك بأنهم قوم لا يعقلون. പ്രിയമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, റബ്ബുൽ ആലമീനായ അല്ലാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിച്ച് ജീവിതത്തിന്റെ സകല മേഖലകളിലും അല്ലാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണമേ എന്ന് ആദ്യം എന്നെയും പിന്നെ നിങ്ങളെ ഓരോരുത്തരെയും ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. റബ്ബുൽ ആലമീനായ അല്ലാഹു നമുക്കതിന് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് വേൾഡ് റെഫ്യൂജി ഡേ ആണ്. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള ലക്ഷോപലക്ഷം മുഹാജിറുകളായ അല്ലെങ്കിൽ അഭയാർത്ഥികളായ മനുഷ്യർ അവരുടെ കഷ്ടപ്പാടുകൾക്കും ബുദ്ധിമുട്ടുകൾക്കുമൊപ്പം ചേർന്നു നിൽക്കാനും സ്വന്തം വീടും കുടുംബവും കിടപ്പാടവും സമ്പത്തും ഒക്കെ നഷ്ടപ്പെട്ട് കയ്യിൽ കിട്ടിയ വസ്തുവകകൾ മാത്രം എടുത്തുകൊണ്ട് അന്യദേശത്ത് ഒരു പാസ്പോർട്ടില്ലാതെ വിസയില്ലാതെ ഒരിഞ്ച് ഭൂമി അവകാശപ്പെടാനില്ലാതെ ആരുടെയെങ്കിലും കാരുണ്യത്തിന് വിധേയരായി കഴിച്ചുകൂട്ടുന്ന ലക്ഷോപലക്ഷം അഭയാർത്ഥികളായ മനുഷ്യർ, അവരെ ഓർക്കുകയും അവരോടൊപ്പം മനസ്സു ചേർത്ത് വെക്കുകയും അവരുടെ പ്രശ്നങ്ങളിലേക്ക് ലോകമനസാക്ഷിയുടെ ശ്രദ്ധ ക്ഷണിക്കുകയും ചെയ്യുവാൻ വേണ്ടി 2000 മുതൽ ലോകാടിസ്ഥാനത്തിൽ ജൂൺ 20 എന്നുള്ളത് ഈ ഒരു ദിവസമായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് ജൂൺ 20 വെള്ളിയാഴ്ചയാണ്.
ഈ വെള്ളിയാഴ്ചയിൽ വളരെ യാദൃച്ഛികമായെങ്കിലും ഈ ദിവസം കടന്നു വരുമ്പോൾ നമുക്കറിയാം, പാവപ്പെട്ട പിഞ്ചുമക്കൾ, ഫലസ്തീനിലെ മക്കളടക്കമുള്ള ലക്ഷോപലക്ഷം മനുഷ്യർ സീന മരുഭൂമിയിലടക്കം അഭയാർത്ഥികളായി കഴിച്ചുകൂട്ടുന്ന, ജനിച്ചു വളർന്ന നാടും കളിച്ചു വളർന്ന മണ്ണും കൂട്ടുകുടുംബാദികളും കിടപ്പുമുറികളും എല്ലാം ഉപേക്ഷിച്ച് കയ്യിൽ കിട്ടിയത് തോളിലേറ്റിക്കൊണ്ടുപോയി എവിടേക്കെയോ താമസിക്കുന്ന മനുഷ്യർക്കു വേണ്ടി, ആ ഫലസ്തീനിലെ മക്കൾക്കു വേണ്ടി, ആ കൂട്ടുകുടുംബാദികൾക്കു വേണ്ടി നമ്മുടെ ഓർമ്മകളെയും നമ്മുടെ പ്രാർത്ഥനകളെയും ഈ ദിവസം ഇറക്കി വെക്കുകയാണ്. നമുക്കറിയാം, ലോകമെന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന അസ്വസ്ഥതകൾ. ഒരു വേള നമ്മൾ ഇവിടെ സ്വസ്ഥമായി കഴിയുമ്പോഴും ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ വലിയ യുദ്ധക്കെടുതികൾ കൊടുമ്പിരികൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ലോകത്ത് അശാന്തി വിതക്കുവാൻ മാത്രം ജീവിക്കുന്ന ചില പ്രത്യേക വിഭാഗങ്ങൾ, ലോകശക്തികൾ എന്നൊക്കെയാണ് അവർ പറയപ്പെടുന്നത്, നാശം മാത്രം വിതക്കുന്ന സയനിസ്റ്റ് ഭീകരതയുടെ അഴിഞ്ഞാട്ടങ്ങൾ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏതാനും മാസങ്ങളായി ലോക മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ടവർ ഇടപെടുന്നുണ്ട്. ഏതാണ്ട് 20-ലധികം മാസങ്ങളായി കേവലം 10-40 അല്ലെങ്കിൽ 60 കിലോമീറ്റർ മാത്രം വിസ്തൃതിയുള്ള ഒരു മുനമ്പിൽ, ഗസ എന്ന് പറയുന്ന ഒരു മുനമ്പിൽ നടത്തിവരുന്ന നരനായാട്ടുകൾ അതിന്റെ ഏറ്റവും വലിയ മൂർധന്യതയിലാണ് ഇന്ന് കഴിഞ്ഞു പോകുന്നത്. നേരത്തെ അവിടെ സൂചിപ്പിച്ചതുപോലെ അതുവരെ താമസിച്ചിരുന്ന എല്ലാ സംവിധാനങ്ങളും തകർക്കപ്പെട്ടു. വലിയ വലിയ സ്ഫോടന വസ്തുക്കൾ അവരുടെ തലയിലും അവരുടെ വീടുകളിലും വന്നു വീണ്, അവർ ഉപയോഗിക്കുന്ന പാത്രങ്ങളിൽ പോലും ഓട്ട വീണ്, ആ ഓട്ട വീണ പാത്രങ്ങളുമായി ദിവസങ്ങളായി ഭക്ഷണം കഴിക്കാനില്ലാതെ ഔദാര്യമായി അവർക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് എത്തിച്ചു കൊടുക്കുന്ന ഭക്ഷണങ്ങൾക്ക് വേണ്ടി കൈനീട്ടി നിൽക്കുന്ന ഓട്ടപാത്രങ്ങളുമായി കൈനീട്ടി നിൽക്കുന്ന കരിപിടിച്ച മക്കൾ, പുകപടലങ്ങൾ കൊണ്ട് ശരീരത്തിന്റെ കളർ മാറിപ്പോയ മക്കൾ, ആ മക്കൾ നിൽക്കുമ്പോൾ അവരുടെ തലയിൽ പോലും കൊണ്ടുപോയി മാരകമായ ബോംബുകളിട്ട് നശിപ്പിക്കുന്ന, വേദനിപ്പിക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണുകയാണ്. കേവലം പിഞ്ചുമക്കളാണ്. നമ്മുടെയൊക്കെ മക്കൾ ഓമനത്വത്തോടെ വളരുമ്പോ, സ്വസ്ഥമായി അവർ കലാലയങ്ങളിലേക്ക് പുതിയ യൂണിഫോം ധരിച്ചു പോകുമ്പോ, 3 നേരത്തിന് 5 നേരം സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുമ്പോ, സ്കൂളിൽ പോകാൻ കഴിയാതെ, ഒരു യൂണിഫോം ഇടാൻ കഴിയാതെ, പുസ്തകക്കെട്ടുകൾ ചുമക്കാൻ കഴിയാതെ, ഒരു കലാലയത്തിൽ പോയിരിക്കാൻ കഴിയാതെ, സ്വസ്ഥമായ ഒരു ജുമഅക്ക് പോലും പോയിരുന്നു കൊണ്ട്, സമൃദ്ധമായി എവിടെ ഇരുന്നു കൊണ്ട് ഒരു ഖുത്ബ കേൾക്കാൻ പോലും കഴിയാതെ ആയിരക്കണക്കിന് മക്കൾ ആ ഗസ മുനമ്പിൽ ഇമാം ഷാഫി റഹിമഹുല്ലക്ക് ജന്മം നൽകിയ നാട്ടിൽ പീഡനം അനുഭവിക്കുകയാണ്, പ്രയാസം അനുഭവിക്കുകയാണ്. ആ ഒരു ദുരന്തം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കറിയാം, പദ്ധതികൾ മാറി വരികയാണ്. മറ്റൊരു രാഷ്ട്രത്തിലേക്ക്, ഇറാനിലേക്ക് അവർ കടന്നു വരികയാണ്. ആ രാജ്യവുമായുള്ള ആദർശപരമായ വിശ്വാസപരമായ വിയോജിപ്പുകൾ ലോക മുസ്ലിങ്ങൾ എന്നും പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു രാജ്യത്തിന്റെ അധികാര പരിധിയിലേക്ക് കടന്നു കയറി അവിടെയും കൊടും ഭീകരത അഴിച്ചുവിടുകയാണ്, യുദ്ധം അഴിച്ചുവിടുകയാണ്. ഇന്നത്തെ ദിവസം റെഫ്യൂജി ഡേ ആയി ആചരിക്കുമ്പോൾ എങ്ങനെയാണ് അഭയാർത്ഥികൾ സൃഷ്ടിക്കപ്പെടുന്നത്? ഏറ്റവും അധികം അഭയാർത്ഥികൾ ലോകത്ത് സൃഷ്ടിക്കപ്പെടുന്ന യുദ്ധങ്ങളിലൂടെയാണ്. ഒരു നാട്ടിൽ യുദ്ധമുണ്ടായാൽ ആ നാട്ടിലെ സിവിലിയന്മാരായ മനുഷ്യർ പാവങ്ങളാണ്. അവർക്ക് യുദ്ധതന്ത്രങ്ങൾ അറിയില്ല, പ്രതിരോധം അറിയില്ല. അവരുടെ കയ്യിൽ അതിനാധുനികമായ യുദ്ധമുറകളോ സംവിധാനങ്ങളോ അതല്ലെങ്കിൽ ആയുധങ്ങളോ ഒന്നുമില്ല. പാവങ്ങളാണ്. അന്നന്ന് അധ്വാനിച്ച് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കുന്ന പാവപ്പെട്ട മനുഷ്യർ, അവരുടെ തലയിലേക്കാണ് ഈ തീക്കൂമ്പാരങ്ങൾ വന്ന് വീഴുന്നത്, ഈ തീനാളങ്ങൾ വന്ന് വീഴുന്നത്, പല വിധത്തിൽ അറിയപ്പെടുന്ന മിസൈലുകൾ വന്ന് വീഴുന്നത്. അവിടെ ഉപ്പമാരുണ്ട്, ഉമ്മമാരുണ്ട്, ശയ്യാവലംബികളായ ആളുകളുണ്ട്, ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ പോലും കഴിയുന്ന മനുഷ്യരുണ്ട്. അങ്ങനെ ആയിരക്കണക്കിന് മനുഷ്യരുണ്ട്. നമുക്കറിയാം, ഈ പഞ്ചായത്തിൽ ഓരോ വീടുകളിലും നമ്മൾ കയറിയിറങ്ങിയാൽ എത്ര മനുഷ്യരാണ് പാവങ്ങളായ ആളുകൾ, വാർദ്ധക്യത്തിൽ എടുത്തെറിയപ്പെട്ട ആളുകൾ, രോഗികളായി ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയാത്ത മനുഷ്യർ, ശരീരം തളർന്നു കിടക്കുന്ന ആളുകൾ. ഇവരുടെ തലയിലേക്കാണ് മിസൈലുകളും മറ്റും വന്ന് വീഴുന്നത്. സ്വാഭാവികമായും ഇതൊന്നും താങ്ങാൻ കഴിയാതെ കയ്യിൽ കിട്ടിയതെടുത്തുകൊണ്ട് സ്വസ്ഥമായിടത്തേക്ക് ഓടിപ്പോകുന്ന മനുഷ്യർക്ക് പറയുന്ന പേരാണ് റെഫ്യൂജി അല്ലെങ്കിൽ അഭയാർത്ഥികൾ എന്നുള്ളത്. ലോകത്തെ ഏറ്റവും അധികം അഭയാർത്ഥികളെ സൃഷ്ടിച്ചത് ഇത്തരം യുദ്ധങ്ങളാണ്. നമുക്കറിയാം, ഇന്ന് ഇസ്രായേലിൽ ഒരുപാട് മനുഷ്യർ നാടുവിടുകയാണ്.
കാര്യം അവരുടെ തലയിലേക്ക് എപ്പോഴാണ് വന്ന് വീഴുന്നത്, ഈ തീനാളങ്ങൾ വന്ന് വീഴുന്നത് എന്നത് അവർക്കറിയില്ല. അവിടുന്ന് ഒരുപാട് മനുഷ്യർ രക്ഷപ്പെടുകയാണ്. ഇറാനിൽ നിന്ന് ഒരുപാട് മനുഷ്യർ അഭയാർത്ഥികളായി പോവുകയാണ്. ഗസയിൽ നിന്ന് ലക്ഷോപലക്ഷം മനുഷ്യർ അഭയാർത്ഥികളായി പോവുകയാണ്. അപ്പോൾ റെഫ്യൂജികളെ സൃഷ്ടിക്കപ്പെടുന്നത് യുദ്ധത്തിലൂടെയാണ്. ആ യുദ്ധത്തിന്റെ കെടുതികളാണ്. ആ കെടുതികൾക്ക് നേതൃത്വം നൽകുന്ന വലിയ സംഘം ലോകത്ത് വളരെയധികം ആസൂത്രിതമായി നിലനിൽക്കുകയാണ്. നമുക്കറിയാം, 1-ാം ലോക മഹായുദ്ധമുണ്ടായി, 2-ാം ലോക മഹായുദ്ധമുണ്ടായി. ഇനി ഒരു 3-ാം ലോക മഹായുദ്ധത്തിലേക്ക് നടന്നു പോവുകയാണോ എന്ന് സംശയിക്കപ്പെടുകയാണ്. മനസ്സിലാക്കണം, ലോക രാജ്യങ്ങൾ അവരുടെ സമ്പത്തും അവരുടെ എല്ലാവിധ കഴിവും ആർജവവും മനുഷ്യരെ കൊല്ലാൻ, നാടുകളെ കൊല്ലാൻ, സമൂഹങ്ങളെ കൊല്ലാൻ വേണ്ടി നീക്കിവെക്കുകയാണ്. ഇത്തരം ട്രെൻഡുകൾ രൂപപ്പെടുത്തുന്ന ശക്തികൾ ലോകത്തൊന്നും ഉണ്ടാകും. ലോകാവസാനം വരെ അവിടെ ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നിർവഹിച്ചുകൊണ്ട് ഇത്തരം ശക്തികൾ നിലനിൽക്കും. ഇത് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന സൂചനയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സന്ദേശം വളരെ കൃത്യമായി അളന്നു കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്നു. ലോകാന്ത്യം വരെ ലോകത്ത് കുഴപ്പമുണ്ടാക്കുന്ന ശക്തികളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ അണ്ടർലൈൻ ചെയ്തു തന്നു. ആ അണ്ടർലൈൻ ചെയ്ത വിഷയത്തിൽ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഇദയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അതിന്റെ 64-ാമത്തെ ആയത്തിൽ വഅൽഖൈനാ ബൈനഹുമുൽ അദാവത വൽ ബഗ്ളാഅ ഇലാ യൗമിൽ ഖിയാമ. ഒരു സംഘം ആളുകൾ അവർ സൈക്കോകളാണ്. അപ്പൊ പറഞ്ഞില്ലേ, ഒരു രാഷ്ട്രത്തിന്റെ തലവനെ നോക്കിയിട്ട് പറയപ്പെട്ടില്ല അദ്ദേഹം സൈക്കോയാണ്, സൈക്കോപാത്താണ്. പ്രത്യേകിച്ച് ഇസ്രായേലിന്റെ അധിപനായ നെതന്യാഹുവിന്റെ മുഖത്ത് നോക്കി ലോകരാഷ്ട്രങ്ങൾ വിളിച്ചു പറഞ്ഞില്ലേ, അദ്ദേഹം ഒരു സൈക്കോപാത്താണ്. ഈ സൈക്കോ എന്ന് പറഞ്ഞാൽ മാനസികമായൊരു വൈകല്യമാണ്. സ്വസ്ഥത എന്നുള്ളത്, ഒരു നാടിന്റെ സമാധാനം എന്നുള്ളത് ആഗ്രഹിക്കാതെ, ആളുകളെപ്പോലും തരംതിരിക്കാതെ, പട്ടാളക്കാരനെന്നോ സിവിലിയനെന്നോ പോലും നോക്കാതെ, വലിയവരെന്നോ ചെറിയവരെന്നോ എന്ന് പരിഗണിക്കാതെ ആളുകളെ കൊന്നൊടുക്കുക എന്ന ഒരു തരം സൈക്കോ ബാധിച്ച ആളുകൾ. ലോകത്തെ ഏതു തരം സൈക്കാട്രിസ്റ്റുകൾ ഇടപെട്ടാലും, അതല്ലെങ്കിൽ അത്തരം ഏത് തരം ഹോസ്പിറ്റലുകളുണ്ടോ അവിടെ കൊണ്ടുപോയിട്ട് ഇവരെ ചികിത്സിക്കാനിട്ടാലും ഈ രോഗത്തിന് മാറ്റമുണ്ടാകില്ലെന്നാണ് ഖുർആൻ പറയുന്നത്. ഇത് ഊട്ടപ്പെട്ട രോഗമാണ്, ഇതിന് ചികിത്സയില്ല. ഈ ആളുകളെ നോക്കി ഖുർആൻ പറഞ്ഞാൽ അവർ സൈക്കോകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അദാവത്തും ബഗ്ളാഉം, ശത്രുതയും വിദ്വേഷവും അവരുടെ ഹൃദയങ്ങളിൽ അലമാലകൾ പോലെ, തിരമാലകൾ പോലെ അലതല്ലിക്കൊണ്ടിരിക്കും. ശാസ്ത്ര സാങ്കേതികയുടെ ഔന്നത്യം പറയുമ്പോഴും, എഡ്യൂക്കേഷൻ മുന്നേറ്റങ്ങളെ സംബന്ധിച്ച് പറയുമ്പോഴും, വിദ്യാഭ്യാസപരമായ ഉയർച്ചയെ സംബന്ധിച്ച് പറയുമ്പോഴും, യൂണിവേഴ്സിറ്റികളുടെ പ്രത്യേകതകൾ പറയുമ്പോഴും, അവിടെ നിന്നുകൊണ്ട് 1, 2, 3, 10 ഡോക്ടറേറ്റുകൾ എടുത്ത് പുറത്തു വരുമ്പോഴും, PhDകൾ പൂരിപ്പിച്ച് പുറത്തിറങ്ങുമ്പോഴും, അതുപോലെ തന്നെ നോബൽ സമ്മാനങ്ങൾ നേടുമ്പോഴും, അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഭൗതികമായ ഉയർച്ചയും വളർച്ചയും പറയുമ്പോഴും മാനസികമായി ലോകാവസാനം വരെ അവർ സൈക്കോകളായി ജീവിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പറയാണ്. ആ സൈക്കോയുടെ ഭാഗമായി അവർക്കുണ്ടാകുന്ന പ്രശ്നം എന്താ? കുല്ലമാ ഔഖദൂ നാറൻ ലിൽ ഹർബ്. ഖുർആൻ പറയാണ്, കുല്ലമാ ഔഖദൂ നാറൻ ലിൽ ഹർബ്. അവരിങ്ങനെ യുദ്ധത്തിന്റെ തീ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും, അതിങ്ങനെ ഊതിക്കത്തിച്ചുകൊണ്ടിരിക്കും. എവിടെയാണ് ഒരു കനലുള്ളത്, അത് ഊതിക്കത്തിച്ചത് എങ്ങനെ യുദ്ധമാക്കാം എന്നിങ്ങനെ അവർ ആലോചിച്ചുകൊണ്ടിരിക്കും. കുല്ലമാ ഔഖദൂ നാറൻ ലിൽ ഹർബ് ശുദ്ധ ഖുർആൻ പ്രയോഗമാണ്. യുദ്ധത്തീ എങ്ങനെ പരത്താം, അതെങ്ങനെ ഊതിക്കത്തിക്കാം എന്ന് അവർ പടിയെടുത്തുകൊണ്ടേയിരിക്കും, പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. പലതും പലതും അള്ളാഹു ഊതിക്കെടുത്തുകയാണ്. അവരുടെ കെടുതികളിൽ നിന്ന് അള്ളാഹു ലോക സമൂഹങ്ങളെ രക്ഷിക്കുകയാണ്. പലതും അള്ളാഹു കെടുത്തിക്കളയുകയാണ്. മാത്രമല്ല, അവരെ കൊണ്ടൊരു നന്മ ലോകത്ത് അല്ലെങ്കിൽ ഒരു ഉയർച്ച ലോകത്തുണ്ടാകുമോ? ഇല്ല. വയസ്തഊന ഫിൽ അർളി ഫസാദൻ. അവരെപ്പോഴും കുഴപ്പങ്ങളാണ് ആഗ്രഹിക്കുന്നത്. ഒരു ഫസാദ്, കുഴപ്പമുണ്ടാകണം, ഒരു നാട്ടിൽ കുഴപ്പമുണ്ടാകണം, അതിനുള്ള പദ്ധതികളും അതിനുള്ള ഗവേഷണങ്ങളും അതാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ സയൻസ് പഠിക്കുന്നതിന് അവരെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിന്റെ ഉയർച്ചക്കപ്പുറത്ത് എന്തെല്ലാം കുഴപ്പങ്ങൾ അതിലൂടെ ഉണ്ടാക്കാം എന്നതിനെ കുറിച്ച് പഠിക്കാനും അത് നടപ്പാക്കാനുമാണ് അവരുടെ സയൻസ് പഠനം. അവർ ആകാശത്തെക്കുറിച്ച് പഠിക്കുന്നതിനാണ്. ആകാശത്തെക്കുറിച്ച് പഠിക്കുന്നത് നിലവിലുള്ള അവരുടെ ആയുധങ്ങളെക്കാൾ ഉയർന്ന തരത്തിൽ സ്കൈവാറുകൾ അല്ലെങ്കിൽ നക്ഷത്രങ്ങളെ കൊണ്ടുള്ള യുദ്ധങ്ങൾ നടത്താൻ കഴിയുമോ എന്ന ഗവേഷണമാണ് അവർ നടത്തുന്നത്. അപ്പോ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ എല്ലാ പഠനങ്ങളും യസ്ഔന ഫിൽ അർളി ഫസാദൻ, കുഴപ്പമുണ്ടാക്കാൻ, അത് വ്യാപിപ്പിക്കാനുള്ള പഠനങ്ങളും ഗവേഷണങ്ങളുമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ടെന്ന് പറഞ്ഞു, വല്ലാഹു ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ. അല്ലാഹുക്കത് ഇഷ്ടമല്ല കേട്ടോ. ഈ കുഴപ്പക്കാരെ അല്ലാഹുവിന് ഇഷ്ടമല്ല. ഇത് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഇദയിൽ കൃത്യമായി ഇന്നത്തെ ലോകവൻ ശക്തികൾ എന്ന് പറയുന്ന ജൂതനസ്വറ, മതരാഷ്ട്രവാദ അജണ്ടകൾ കൊണ്ടു നടക്കുന്ന സയനിസ്റ്റുകൾ നോക്കി അല്ലാഹു പറഞ്ഞ വാചകമാണ്.
ഇത് പുറത്തൊരു വർഗത്തെക്കുറിച്ച് പറഞ്ഞതല്ല. നേരെ മറിച്ച് ഇന്ന് സയനിസ്റ്റുകൾ എന്ന് പറയപ്പെടുന്ന ജൂത ക്രൈസ്തവ ലോബികളെ നോക്കി കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വാചകമാണ്. അത് വിശുദ്ധ ഖുർആനിലെ സപ്തസൂക്തങ്ങളുടെ അവസാന ഭാഗത്ത് അടിവരയിട്ടുകൊണ്ടെന്ന് പറഞ്ഞു, ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. ഒരു മുസ്ലിം നിർബന്ധമായും പറയുന്ന വാചകമാണ്. ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന സയനിസ്റ്റ് ലോബിയുടെ അവരെ അല്ലാഹു സീൽ വെച്ചുകൊണ്ട് പറഞ്ഞ വാചകമാണ്, ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. ഇസ്രായേൽ സമൂഹം 3 വർഗമുണ്ട്. ഒന്ന് അല്ലാഹുവിന്റെ നിഅമത്ത് കിട്ടിയവർ, ആ നിഅമത്തിന് നന്ദി കാണിച്ചവർ. അല്ലാഹു അവരിലേക്ക് ചേർക്കണമെന്ന് പ്രാർത്ഥിക്കാൻ അല്ലാഹു നമ്മോട് കൽപ്പിച്ചു. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. അല്ലാഹു അനുഗ്രഹിച്ച ഇസ്രായേലരായ യഅ്കൂബ് നബിയുടെ, അയ്യൂബ് നബിയുടെ, ദാവൂദ് നബിയുടെ, യൂസുഫ് നബിയുടെ, പ്രവാചകന്മാരുടെ ആ ഇസ്രായേൽ മാർഗത്തിലേക്ക് എന്നെ ചേർത്ത് വെക്കണം എന്ന് അല്ലാഹു പറഞ്ഞതോടൊപ്പം തന്നെ അതേ ഇസ്രായേൽ സമൂഹത്തിൽ അല്ലാഹുവിന്റെ ശാപത്തിനും കോപത്തിനും വിധേയമാകുന്ന ഈ ഭീകരവാദികളായ സയനിസ്റ്റ് ലോബി എന്ന് നമ്മൾ ഇന്ന് പേരിട്ട് വിശദീകരിക്കുന്ന ആളുകൾ, അവരെയും അല്ലാഹു അഡ്രസ് ചെയ്തുകൊണ്ട് പറഞ്ഞു, ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. ആ വർഗത്തിൽ നല്ലതല്ലാത്ത വഴി സ്വീകരിക്കുന്ന മഗ്ദൂബിന്റെയും വാലിന്റെയും വഴിയിൽ ഞങ്ങളെ ചേർക്കല്ല എന്നുകൂടി പ്രാർത്ഥിക്കണം. എന്തുകൊണ്ട്? അവരെ സംബന്ധിച്ചിടത്തോളം അവർ നിന്ദിത പേറുന്ന മനുഷ്യരാണ്. സൂറത്തുൽ ബഖറയിൽ 61-ാമത്തെ ആയത്തിൽ അല്ലാഹു കൃത്യമായി പറഞ്ഞു, വളുരിബത് അലൈഹിമുസ് ദില്ലതു വൽ മസ്കന വബാഉ ബിഗളബിൻ മിനല്ലാഹ്. അവരെ സംബന്ധിച്ചിടത്തോളം നിന്ദിത അവരുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടതാണ്. ളുരിബത് എന്ന വാക്കാണ് അവിടെ പ്രയോഗിച്ചത്. നമുക്കറിയാം, ഇപ്പറയുന്ന ലോക സയന്റിസ്റ്റും ലോക പോലീസൊക്കെയായി ചമയുമ്പോഴും നിന്ദതയും പതിത്വവും അവരുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടതാണ്. അല്ലാഹുവിന്റെ കോപത്തിന് വിധേയരായ മഗ്ലൂബുകളാണവർ. ലോകാവസാനം വരെ നിലനിൽക്കുന്ന വിശുദ്ധ ഖുർആൻ, ആ വിശുദ്ധ ഖുർആൻ അല്ലാഹു നടത്തിയ പ്രയോഗമാണ്. മനസ്സിലാക്കണം. എന്നിട്ടെന്ന് പറഞ്ഞു, എന്തുകൊണ്ടാണ് ഈ പതിത്വവും ദില്ലത്തും മസ്കനത്തും ഗളബും അവർക്ക് ഉണ്ടാകാൻ കാരണം? ദാലിക ബിഅന്നഹും കാനൂ യക്ഫുറൂന ബിആയാതില്ലാഹ്. അല്ലാഹുവിന്റെ ആയത്തുകളെ നിന്ദിക്കുന്ന, അതിനെ അവിശ്വസിക്കുന്ന ഒരു വർഗമാണത്. വയഖ്തുലൂന നബിയ്യന ബിഗൈരിൽ ഹഖ്. അന്യായമായി പ്രവാചകന്മാരെ പോലും കൊല്ലുന്നവരാണവർ. മാത്രമല്ല, ആ പ്രവാചകന്മാരെ കൊല്ലുന്നു എന്ന് മാത്രമല്ല, ദാലിക ബിമാ അസവ്വ കാനൂ യഅ്തദൂൻ. എന്തുകൊണ്ടാണ് പ്രവാചകന്മാരെ അടക്കം കൊല്ലുന്ന ഒരു തലത്തിലേക്ക് അവർ പോയത് എന്ന് ചോദ്യത്തിന് ഉത്തരം ഖുർആൻ പറഞ്ഞു, അവർ അതിരുവിട്ട ജനതയാണ്, അനുസരണക്കേടിന്റെ പ്രതീകമാണ്. അല്ലാഹു അവരോട് എന്ത് പറയുന്നു അതിനെതിരെ അവർ ചെയ്യുള്ളൂ. റബ്ബ് എന്ത് നിർദ്ദേശിക്കുന്നുവോ അതിനെതിരെ അവർ ചെയ്യുള്ളൂ. അങ്ങനെ ദൈവവിരുദ്ധമായ നിലപാട്, പടച്ചവന് വിരുദ്ധമായ, പ്രവാചകന്മാർക്ക് വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്നവരാണവർ. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, ഖുർആൻ ഈ ഒരു കാര്യം അഡ്രസ് ചെയ്യുമ്പോ ലോകാവസാനം വരെ, ഖിയാമത്ത് നാൾ വരെ, പടിഞ്ഞാറ് നിന്ന് സൂര്യദിക്കുന്നത് വരെ ലോകത്ത് നിലനിൽക്കുന്ന ഒരു വൃത്തികേടിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൂണ്ടിക്കാട്ടുകയാണ്. ആ വൃത്തികേടുകളാണ് ഇന്ന് ലോകത്ത് സർവ്വകുഴപ്പങ്ങളും ഉണ്ടാക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ഇത് സൂറത്ത് ഇസ്രാ മറിച്ച് നോക്കൂ, അതിന്റെ 4 മുതലുള്ള ആയത്തുകൾ വായിച്ചു നോക്കൂ. വളരെ കൃത്യമായി അല്ലാഹു ഈ കൗമിനെ, ഈ ജനതയെ അഡ്രസ് ചെയ്യാൻ, ഈ സയനിസ്റ്റ് ലോബി എന്ന് നമ്മൾ ഇത് പറയുന്ന ഈ ലോബിയെ ഖുർആൻ കൃത്യമായി സൂറത്ത് ഇസ്രായിന്റെ 4 മുതലുള്ള ആയത്തുകളിൽ അഡ്രസ് ചെയ്യുകയാണ്. വഖദൈനാ ഇലാ ബനി ഇസ്രായീല ഫിൽ കിതാബി ലതുഫ്സിദുന്ന ഫിൽ അർളി മറതൈൻ വലതഅലുന്ന ഉലുവൻ കബീറാ. ഇങ്ങനെ പറയാൻ റബ്ബ് സുബ്ഹാനഹു വ തആലക്കല്ലാതെ കഴിയില്ല. ഇത്രയും കൃത്യമായി ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഈ രാഷ്ട്രീയം, ഈ കൊള്ളരുതായ്മയുടെ രാഷ്ട്രീയം, ഈ യുദ്ധത്തിന്റെ രാഷ്ട്രീയം, ഈ പറയുന്ന തോന്നിവാസത്തിന്റെ രാഷ്ട്രീയം അഡ്രസ് ചെയ്യാൻ അല്ലാഹുവിനല്ലാതെ, റബ്ബുൽ ആലമീനല്ലാതെ കഴിയില്ല. കാരണം ആ കാലഘട്ടം ഈ കാലഘട്ടം പോലല്ല. 1400 കൊല്ലം മുമ്പ് ഖുർആൻ പറഞ്ഞ വാചകമാണ്, വഖളൈനാ ഇലാ ബനി ഇസ്രായീൽ. ഇസ്രായേൽ മക്കൾക്ക് നാം വിധിച്ചൊരു വിധിയുണ്ട്. ഫിൽ കിതാബി, വേദത്തിൽ തന്നെ, ലതുഫ്സിദുന്ന ഫിൽ അർള്, അവർ ലോകത്ത് ഭൂമി ഒന്നടങ്കം കുഴപ്പമുണ്ടാക്കും. ഒരു നാട്ടിൽ, ഒരു മുനമ്പിൽ മാത്രമല്ല, ഫലസ്തീൻ എന്നൊരു രാജ്യത്ത് മാത്രമല്ല, ഇറാനിൽ മാത്രമല്ല, മിഡിൽ ഈസ്റ്റിൽ മാത്രമല്ല, അവിടെയുള്ള മനുഷ്യർക്ക് മാത്രമല്ല, ലോകത്ത് എല്ലായിടത്തും വേൾഡ് വാർ എന്നുള്ളത് സംഭവിച്ചത് സുഹൃത്തുക്കളെ ഏതാനും കൊല്ലങ്ങൾക്ക് മുമ്പാണ്. വേൾഡ് വാർ എന്ന് പറയുന്നത് ലോകം മുഴുവനും ഉണ്ടായ പ്രശ്നം, ലോകമൊന്നടങ്കം യുദ്ധം, ഇനി വരാൻ പോകുന്നു എന്ന് പറയപ്പെടുന്ന വേൾഡ് വാറിന്റെ 3 വേർഷൻ, ഇതെല്ലാം ലോകവ്യാപകമായി ഉണ്ടാകുന്ന, വേൾഡ് വൈഡായി ഉണ്ടാകുന്നതാണ്. ഖുർആന്റെ പ്രയോഗം എങ്ങനെയാണ്? ഒരു രാജ്യത്ത് പ്രശ്നം ഉണ്ടാക്കുന്നതാണോ? അല്ല. ലതുഫ്സിദുന്ന ഫിൽ അർള്, അവർ വേൾഡ് വാറുകൾ സൃഷ്ടിക്കും, ലോകം മുഴുവൻ പ്രശ്നമുണ്ടാക്കും, കുഴപ്പമുണ്ടാക്കും. എന്ന് മാത്രമല്ല, അതിൽ 2 എണ്ണം ഖുർആൻ അഡ്രസ് ചെയ്തു. മറതൈൻ, ലതുഫ്സിദുന്ന ഫിൽ അർളി മറതൈൻ, 2 തവണ, ലതഅലുന്ന ഉലുവൻ കബീറ,
അവരങ്ങേറ്റം അതിരുവിടും. ഈ ആയത്തുകളുടെ തഫ്സീറുകളൊന്ന് ജംഅ ചെയ്ത് വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്നലകളിലുണ്ടായ സർവനാശങ്ങളുടെയും പിന്നിൽ ഈ ശക്തികളുണ്ട്. ഇന്ന് നമ്മൾ വൻ ശക്തിയൊന്നും, ലോക പോലീസൊന്നും, ലോക സാമ്പത്തിക രാഷ്ട്രങ്ങളൊന്നും, അതുപോലെ തന്നെ ലോക സയന്റിഫിക് രംഗത്തെ അധികായകന്മാരെന്നൊക്കെ പറയുന്ന ഈ ഖൗമിന്റെ ഇന്നലകളുടെ ചരിത്രം, ആ ചരിത്രം കൃത്യമായി പറഞ്ഞു, കൃത്യമായി വിശദീകരിച്ചു. ഈ ആയത്തിന്റെ തഫ്സീർ ഒന്ന് വായിച്ചു നോക്കൂ. സൂറത്ത് ഇസ്രായേലിന്റെ 4 മുതലുള്ള ആയത്തുകളുടെ തഫ്സീർ ഒന്ന് വായിച്ചു നോക്കൂ. അവിടെ മുഫസ്സിറുകൾ പറഞ്ഞു, ഇസ്രായേൽ സമൂഹം അവരിൽ അതേ അന്യായങ്ങൾ, ദുനൂബുകൾ, ദമ്പുകൾ, മആസികൾ, അതിർവിടലുകൾ, കുഴപ്പങ്ങൾ, തിന്മകൾ, ഇതൊക്കെ അങ്ങ് വ്യാപകമായപ്പോ അല്ലാഹു ശുഐബ് നബിയെ പറഞ്ഞു വിട്ടു. ആ ജനതയെ നന്നാക്കാൻ, ആ ജനതയെ തിരിച്ചു വിളിക്കാൻ ശുഐബ് നബിയെ പറഞ്ഞു വിട്ടു. എന്താ അവർ ചെയ്യുന്നറിയോ? അടിച്ചു വായിച്ചു, ഉടുതുണിയില്ലാതെ അടിച്ചു വായിച്ചു. ശുഐബ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ അദ്ദേഹത്തെ മരത്തിൽ കൊണ്ടുപോയി കെട്ടി. അദ്ദേഹം ഉടുത്ത തുണിയല്ലാത്തതെല്ലാം അഴിച്ചു മാറ്റി പീഡിപ്പിച്ചു. മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ മുഅ്ജിസത്തുകൾക്ക് മുന്നിൽ വിധേയരാകാൻ അവർ തയ്യാറായില്ല. മാത്രമല്ല, ആ ശുഐബ് നബി എന്ന പ്രവാചകനെ അവരെ പീഡിപ്പിച്ച് പ്രയാസപ്പെടുത്തി നശിപ്പിച്ചു. ആ സമൂഹത്തിന് അള്ളാഹു കൊടുത്ത ശിക്ഷ വലിയ സംഘങ്ങളെ, അവരെ തകർക്കുന്ന രാജാക്കന്മാരെ, ഭരണകൂടത്തെ, പട്ടാളത്തെ അയച്ചു. നമുക്കറിയാം, അവർക്കിടയിലേക്ക് വലിയ പ്രശ്നങ്ങൾ കടന്നു വന്നു. അവരെ അതിജയിച്ചുകൊണ്ട് പിന്നെ ചില വൻ ശക്തികൾ അവരെ പിടിച്ചടക്കി. ലോകത്ത് അവർ ബാക്കിയാവുകയില്ല എന്ന രൂപത്തിലേക്ക് ഈ സയനിസ്റ്റ് ലോബി, ജൂത സയനിസ്റ്റ് ലോബി തകർന്നു തരിപ്പണമായി. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പിടുത്തത്തിൽ. കാര്യം, മറ്റു സൈന്യങ്ങളെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കീഴൊതുക്കി. എന്നിട്ട് പിന്നെയും അല്ലാഹു അവർക്ക് അഭിവൃദ്ധി കൊടുത്തു. ആദ്യത്തെ നശിപ്പിക്കലിന് ശേഷം വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അഭിവൃദ്ധി കൊടുത്തു. അവർ ലോകത്ത് നമ്മളൊക്കെ ഈ പറയുന്ന ഭൗതികതയുടെ അധികായകന്മാരാക്കി മാറ്റി അല്ലാഹു. അവർ വീണ്ടും നാശത്തിലേക്ക് പോയി. വീണ്ടും അവർക്കിടയിൽ കുഴപ്പങ്ങളും ഫിത്നകളും പാപങ്ങളും ഒക്കെ വർദ്ധിച്ചു. ശുഐബ് നബിക്ക് ശേഷം സക്കരിയ നബി അയച്ചു. മാത്രമല്ല, സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകൻ യഹ്യ നബിയെ അയച്ചു. ഇവരെയൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്തത്? എങ്ങനെയാണ് അവർ കൈകാര്യം ചെയ്തത്? സക്കരിയ നബി ചെന്നപ്പോ സക്കരിയ നബി ഒരു കൊന്നുകളഞ്ഞു. ബൈത്തുൽ മുഖദ്ദസിൽ അതിന്റെ പരിപാലകനായ മറിയം ബീവിയെ, ആ ബൈത്തുൽ മുഖദ്ദസിൽ വളർത്തി വലുതാക്കിയ സക്കരിയ നബിയെ സക്കരിയ നബി അവർ കൊന്നു. മാത്രമല്ല, സക്കരിയ നബിയുടെ മകൻ യഹ്യ അവർ കൊന്നു. മനസ്സിലാക്കണം. ഫർസലല്ലാഹു അലൈഹിം ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ലമ്മ ഹമ്മു, ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അവർക്കിടയിലേക്ക് പറഞ്ഞു വിട്ടു അല്ലാഹു അവസാനം. അങ്ങനെ ഈസാ നബി അവർക്കിടയിലേക്ക് വന്നപ്പോ ലമ്മ ഹമ്മു ബിഖത്ലിഹി റഫഅഹു അല്ലാഹു തആല ഇല സമാ, ആ ഈസാ നബിയെ കൊല്ലാനാണ് പിന്നെ അവർ പദ്ധതി ആവിഷ്കരിച്ചത്. ഈസാ നബിയെയും കൊല്ലാനാണ് അവർ പദ്ധതി ആവിഷ്കരിച്ചതെന്ന് മാത്രമല്ല, ആ ഈസാ നബിയെ ഏറ്റവും ക്രൂരമായി കൊല്ലാനാണ് അവർ തീരുമാനിച്ചത്. അതിന്റെ ഏറ്റവും മോശമായ പ്രതീകം കുരിശിലേറ്റാനാണ് അവർ തീരുമാനിച്ചത്. കുരിശിലേറ്റി കൊല്ലാൻ തീരുമാനിച്ചു, പദ്ധതികൾ ആവിഷ്കരിച്ചു. മാത്രമല്ല, അവിടുത്തെ റോമൻ ഭരണകൂടത്തെ സ്വാധീനിച്ചു, അവിടുത്തെ ജഡ്ജിയെ സ്വാധീനിച്ചു. അവസാനം ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അവർ കൊണ്ടുവന്ന് പീഡിപ്പിച്ച്, നമുക്കറിയാം ആ ഈസാ നബിയുടെ ചരിത്രം പറയുന്ന ബൈബിൾ പോലും പറയുന്നത് ശരീരമാസകലം ആണിയടിച്ചു കയറ്റി ക്രൂരമായി കൊണ്ടുവന്ന് കുരിശിൽ കയറ്റി എന്നാണ്. ആരാണത് ചെയ്തത്? ആരാണതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്? ഈ ജൂതലോബിയാണ്. എന്ന് മാത്രമല്ല, ഈസാ നബി ജനിച്ചത് മുതൽ ബുഹ്താനുൻ അളീം എന്ന് ഖുർആൻ പറഞ്ഞ വമ്പൻ ആക്ഷേപങ്ങളാണ് ഈസാ നബിയുടെ അവർ നടത്തിയത്. ഒന്ന് പറഞ്ഞു, ഇബ്നു സിനയാണ്. ഈസാ എന്ന് പറഞ്ഞാൽ വ്യഭിചാരപുത്രനാണ്. ആ ഈസാ നബിയുടെ ഉമ്മയെ നോക്കിയിട്ട് പറഞ്ഞു, ഇവൾ വ്യഭിചാരിണിയാണ്. വഹിയ സാനിയ, മറിയം സാനിയത്താണ്, അവൾ വ്യഭിചാരിണിയാണ് എന്ന് പറഞ്ഞു. ഈസാ നബിയെ നോക്കിയിട്ട് അവർ പറഞ്ഞു, ഞങ്ങൾ ഇന്ന ഖതൽനാ ഈസ ബിന മറിയം, മറിയമിന്റെ മകൻ ഈസയെ ഞങ്ങൾ കൊന്നടാ എന്ന് വിളിച്ചു പറഞ്ഞു. മനസ്സിലാക്കണം, ചരിത്രത്തിന്റെ വൈരുദ്ധ്യം നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് നമുക്കറിയാം, ലോകരാഷ്ട്രങ്ങൾ അമേരിക്ക, UK പോലെയുള്ള രാജ്യങ്ങൾ ഇസ്രായേലിനെ പിന്തുണക്കുകയാണ്. അത്ഭുതം തോന്നുന്നില്ല നിങ്ങൾക്ക്? സ്വന്തം ദൈവം എന്ന് പറഞ്ഞ് അവതരിച്ച ആളെ കൊന്നവനെ മനസ്സിലാക്കണം. എന്ന് മാത്രമല്ല, ഒരു ഏറ്റവും മ്ലേച്ഛമായ രൂപത്തിൽ കൊല്ലാൻ ഏതൊരു ആലയത്തിലാണോ അല്ലെങ്കിൽ ഏതൊരു കമ്പിലും കൊളുത്തിലുമാണോ കയറ്റി നിർത്തിയത് അതിനെപ്പോലും ആരാധിക്കുകയും, മാത്രമല്ല ഇന്ന് ഞങ്ങൾ യേശുവിനെ കൊന്നു എന്ന് മാത്രമല്ല, യേശു വ്യഭിചാരപുത്രനാണ് എന്ന് മാത്രമല്ല, യേശുവിന്റെ ഉമ്മ മേരി വേശ്യയാണ് എന്ന് വിളിച്ചു പറയുന്ന ആളെ സപ്പോർട്ട് ചെയ്യുന്നാരാ? അമേരിക്ക.
അവരെ സപ്പോർട്ട് ചെയ്യുന്നാരാ? UK. അവരെ സപ്പോർട്ട് ചെയ്യുന്നാരാ? ഇപ്പറയുന്ന ക്രിസ്ത്യൻ മെജോറിറ്റി രാജ്യങ്ങൾ. എന്തുകൊണ്ട് ഈ ഒരു തലത്തിലേക്ക് മാറി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ആ രാഷ്ട്രീയം മനസ്സിലാക്കണം. ആ രാഷ്ട്രീയം പറയാൻ റബ്ബുൽ ആലമീൻ അല്ലാതെ കഴിയില്ല. റബ്ബുൽ ആലമീൻ അല്ലാതെ കഴിയില്ല. നിങ്ങൾ പഠിച്ചു നോക്കൂ, സൂറത്തുൽ ഹശ്ർ 14-ാമത്തെ ആയത്ത്. സൂറത്തുൽ ഹശ്ർ 14-ാമത്തെ ആയത്ത്. ലോക രാഷ്ട്രീയം വായിക്കാൻ നമ്മൾ BBC-യിൽ നിന്നും അതുപോലെ തന്നെ ഇപ്പോ ഈ പുറത്തിറങ്ങുന്ന മീഡിയകളിൽ നിന്നുമാണ്. അല്ല, വേൾഡ് പൊളിറ്റിക്സ് പഠിക്കേണ്ടത് ഖുർആനിൽ നിന്നാണ്. ലോകാവസാനം വരെ പോകുന്നൊരു ഈ രാഷ്ട്രീയത്തിന്റെ ചരടുകളെയും കണ്ണുകളെയും അതിന്റെ അരമനകളിൽ ആടിത്തിമിറുക്കുന്ന ഇപ്പറയുന്ന പ്രമുഖന്മാരെയും വിശുദ്ധ ഖുർആൻ തുണിയുരിച്ച് നിർത്തിയിട്ടുണ്ട്. ഖുർആനിൽ അവരുടെ മുഖം മൂടി പറിച്ചു കയറി ഖുർആനിൽ നിർത്തിയിട്ടുണ്ട്. നമ്മളത് വായിച്ചു നോക്കണം. സൂറത്തുൽ ഹശ്റിന്റെ 14-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, ലാ യുഖാതിലൂനകും ജമീഅ ഇല്ലാ ഖുറം മുഹസ്സനത്തിൻ ഔ മിൻ വറാഇ ജുദുർ. ഈ ചൂണ്ടിയത് ആരെയാണ് അല്ലാഹു ചൂണ്ടിയത്? ആരെക്കുറിച്ചാണ് ഈ പറയുന്നത്? ഇന്നത്തെ സയനിസ്റ്റ് ലോബി അവരെ അഡ്രസ് ചെയ്ത് അല്ലാഹു പറയുന്ന വാചകമാണ്, ലാ യുഖാതിലൂനകും ജമീഅൻ ഇല്ലാ ഖുറം മുഹസ്സനത്തിൻ ഔ മിൻ വറാഇ ജുദുർ. ഒരു മറയുടെ പുറകിൽ നിന്നുകൊണ്ടല്ലാതെ അവർ നിങ്ങളോട് യുദ്ധം ചെയ്യില്ല. ബങ്കറുകളിൽ ഇരുന്നു കൊണ്ടല്ലാതെ അവർ നിങ്ങളോട് യുദ്ധം ചെയ്യില്ല. നേർക്ക് നേരെ നിന്നുകൊണ്ട് യുദ്ധം ചെയ്യാൻ അവർക്ക് കഴിയില്ല. അത് പറയാണ്, ബങ്കറുകളിൽ ഇരുന്നു കൊണ്ടല്ലാതെ അവർ യുദ്ധം ചെയ്യില്ല. ഇല്ല ഖുറം മുഹസ്സനത്തിൻ ഔ വറാഇ ജുദുർ. ഒരു മതിലിനപ്പുറത്ത് നിന്നുകൊണ്ടല്ലാതെ അവർ നിങ്ങളോട് യുദ്ധം ചെയ്യില്ല. കാര്യം എന്താ? വിശുദ്ധ ഖുർആനിൽ അത്ഭുതകരമായ ഒരു വെല്ലുവിളിയുണ്ട്. ആ വെല്ലുവിളി അല്ലാഹു നടത്തിയത് ജൂതന് നേരെ മാത്രമാണ്. യൂതന് നേരെ മാത്രമാണ്. എന്തുകൊണ്ട്? അവര് പറഞ്ഞു, നഹ്നു അബ്നാഉല്ലാഹി വ അഹിബ്ബാഉ. ഞങ്ങളാണ് ദൈവത്തിന് ഇഷ്ടപ്പെട്ട ആളുകൾ, ഞങ്ങളാണ് ദൈവമക്കൾ. ഇന്നും പ്രയോഗിക്കുന്ന പ്രയോഗം അതാണ്, ഞങ്ങളാണ് ദൈവമക്കൾ. ഇത് റസൂലുള്ളാഹിന്റെ കാലത്ത് അവർ പറഞ്ഞു, നഹ്നു അബ്നാഉല്ലാഹി, ഞങ്ങൾ അല്ലാഹുവിന്റെ മക്കളാണ്, വ അഹിബ്ബാഉഹു, ഞങ്ങൾ അല്ലാഹുവിന് പ്രിയപ്പെട്ടവരാണ്. ഈ വാദം ഉന്നയിച്ച് ഈ ലോബി വന്നപ്പോ റബ്ബ് ഒരൊറ്റ വെല്ലുവിളിയാണ് നടത്തിയതെങ്കിൽ ഫതമന്നബുൽ മൗത്ത്. മരിക്കാൻ ഒരുക്കമുണ്ടോ? നീ മരിക്കാൻ ഒരുക്കണ്ടോ? നീ അള്ളാഹ്ക്ക് പ്രിയപ്പെട്ടവനാണെങ്കിൽ പോയി ചാകടോ? കരുതിച്ചാൽ അള്ളാഹു സ്വീകരിച്ചില്ലേ? മരിക്കാൻ ഒരുക്കമുണ്ടോ? ഫതമന്നബുൽ മൗത്ത്. ഖുർആൻ ഒന്നിലധികം സ്ഥലങ്ങളിൽ ആവർത്തിച്ച് വെല്ലുവിളിച്ചു, മരിക്കാൻ തയ്യാറുണ്ടോ നീ? മരിക്കാൻ തയ്യാറുണ്ടോ നീ? ഫതമന്നബുൽ മൗത്ത്. മരിക്കാൻ ഒരുക്കമുണ്ടോ? എന്നിട്ട് അള്ളാഹ് പറഞ്ഞു, ഇല്ല, ഒരിക്കലും അതവൻ ആഗ്രഹിക്കില്ല. ലാ യതമന്നൗനഹു അബദം ബിമാ കസബത് ഐദീഹിം. സൂറത്തുൽ ജുമുഅയിലടക്കം അല്ലാഹ് പറഞ്ഞു. സൂറത്തുൽ ജുമുഅയിലടക്കം അല്ലാഹ് പറഞ്ഞു, ലാ യതമന്നൗനഹുൽ മൗത്ത്. ഒരിക്കലും അവൻ മരണം കൊതിക്കില്ല. അത്രമാത്രം ചെയ്തു കൂട്ടിയിട്ടുണ്ട് അവര്. അവർക്ക് മരണം ഇഷ്ടമല്ല. അവരിൽ ഓരോരുത്തരും കൊതിക്കുന്നത് 1000 കൊല്ലം ജീവിക്കണമെന്നാണ്. 100 200 അല്ല. അവരുടെ കൊതി, ഖുർആൻ പറഞ്ഞു, അവന്റെ മനസ്സിൽ കൊതി എത്രയെന്നറിയും? ജീവിതത്തോടുള്ള അലച്ച 1000 കൊല്ലം ഇവിടെ ജീവിക്കണം എന്നുള്ളതാണ്. ജീവിതത്തോട് അത്രയും കൊതിയുള്ളവരാണ് അവർ. അതുകൊണ്ട് യുദ്ധരംഗത്ത് പോലും നേരിട്ട് വരാൻ അവർക്ക് കഴിയില്ല. ലാ യുഖാതിലൂനകും ഇല്ലാ ഫീ ഖുറം മുഹസ്സനത്തിൻ ഔ വറാഇ ഹിജാബ്. ബങ്കറുകളിൽ ഇരുന്നു കൊണ്ടല്ലാതെ അവർ നിങ്ങളോട് യുദ്ധം ചെയ്യില്ല. എന്നിട്ട് പറഞ്ഞു, ബഅസുഹും ബൈനഹും ശദീദ്. അവർക്കിടയിലെ പ്രശ്നങ്ങൾ അത് വമ്പൻ പ്രശ്നങ്ങളാണ്. തഹ്സബുഹും ജമീഅൻ വഖുലൂബുഹും ശത്താ. ഈ കാണുന്ന സാമ്പത്തിക സാമ്രാജ്യത്തെ ശക്തികൾ അവരെല്ലാവരും കൂടി വരുമ്പോ അവരെല്ലാവരും ഐക്യമുന്നണിയാണ് എന്ന് നിങ്ങൾ വിചാരിക്കും. അവരെല്ലാവരും ഐക്യത്തിലാണ് നിങ്ങൾ വിചാരിക്കും. ഖുർആൻ പറഞ്ഞു, ഇല്ല വഖുലൂബുഹും ശത്താ. ഈ ഇന്ന് ലോകത്ത് ഈ യുദ്ധക്കെടുതികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സാമ്രാജ്യത്തെ ശക്തികൾ അവരൊന്നൊന്നിനെ സപ്പോർട്ട് ചെയ്ത് അടവ് നയങ്ങളും നാടകങ്ങളും നടത്തി പലവിധത്തിലുള്ള ആ പ്രകടനങ്ങളുമായി വരുമ്പോ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, അവർ ഐക്യമുന്നണിയാണ് എന്ന്. അല്ല വഖുലൂബുഹും ശത്താ. ഇത് പരസ്പരം ടൂളുകളായി ഉപയോഗിക്കുന്ന, അവരുടെ ഹൃദയം അങ്ങേറ്റം അകന്ന രൂപത്തിലുള്ള അവസ്ഥയിൽ ജീവിക്കുന്ന വർഗമാണത്. ദാലിക ബിഅന്നഹും ഖൗമുൻ ലാ യഅഖിലൂൻ. എന്തുകൊണ്ട് അവരെങ്ങനെയായി എന്ന് ചോദിച്ചാൽ അവർക്ക് ബുദ്ധിയില്ല. ബുദ്ധിയില്ല. ബുദ്ധിയില്ല എന്ന് പറയുമ്പോ അവർ നേരത്തെ പറഞ്ഞതുപോലെ ഗവേഷണങ്ങൾ നടത്തുന്നില്ലേ, നോബൽ സമ്മാനങ്ങൾ നേടുന്നില്ലേ, അവിടെ ഡോക്ടറേറ്റുമാർ എടുത്ത ആളുകൾ ഉണ്ട്. പക്ഷെ ലാ യഅഖിലൂൻ, അവർക്ക് ബുദ്ധിയില്ല. ബുദ്ധിയില്ലാത്തവരാണ് കൊല്ലുക എന്ന ഏർപ്പാട് ഏർപ്പെടുന്നത്. പരസ്പരം കൊല്ലാൻ, നശിപ്പിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നവൻ. നമ്മൾ പറഞ്ഞില്ലേ, വലിയ വിദ്യാഭ്യാസമുള്ള ഒരാള്, വലിയ ഡോക്ടറേറ്റ് എടുത്ത ഒരാള് റോഡിൽ കൂടെ പിച്ചും പേയും നടന്ന് പറഞ്ഞു നടക്കുകയാണ്. അയാൾ ആളുകളെ ആക്രമിക്കുകയാണ്, ആളുകളെ നേരെ എറിയുകയാണ്, വടിയെടുത്തടിക്കുകയാണ്. നിങ്ങൾ അയാളെ കുറിച്ച് എന്താ പറയാ? അയാൾ ഡോക്ടറേറ്റ് ഉള്ള മഹാനാണെന്നോ? അതല്ല, അയാൾ മാനസിക രോഗിയാണെന്നോ? എന്താ പറയാ? ഒരാൾക്ക് നല്ല വിദ്യാഭ്യാസം, ക്വാളിഫൈഡ് ആണ്, ഒരുപാട് സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഡോക്ടറേറ്റ് ഉണ്ട്. മൂപ്പർ റോഡുമേ ഇറങ്ങിയിട്ട് നാട്ടുകാരെ വടിയെടുത്തടിക്കുക, വരുന്ന ആളുകളെ കല്ലെടുത്തെറിയ, കുഞ്ഞുമക്കളെ കൊല്ലുക. എങ്കിൽ അയാളുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് പരിഗണനയുണ്ടോ? അയാൾ സയന്റിസ്റ്റ് ആണെന്ന് പറയോ? അതല്ല, അയാൾ മാനസിക രോഗിയാന്ന് പറയോ? മനസ്സിലാക്കണം. ഖുർആൻ പറയും, ലാ യഅഖിലൂൻ. ഇവന്മാർക്ക് ബുദ്ധിയില്ലടോ.
അവർക്ക് ബുദ്ധിയില്ല. അതുകൊണ്ടാണ് പിഞ്ചുമക്കളുടെ നേരെ പോലും കാരുണ്യം കാണിക്കാൻ അവർക്ക് കഴിയാത്തത്. അവരുടെ കയ്യിൽ സർട്ടിഫിക്കറ്റും അവർ എത്ര ക്വാളിഫൈഡ് ആണെന്നും നോക്കിയിട്ടല്ല ഒരു മനുഷ്യൻ അളക്കേണ്ടത്. അവന്റെ പ്രവർത്തനം നോക്ക്, അവന്റെ കൊള്ളരുതായ്മ നോക്ക്. ലയാഖിലൂൻ, അവർക്ക് ബുദ്ധിയില്ലടോ എന്ന് വിശുദ്ധ ഖുർആൻ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ്. അപ്പൊ ഇന്നലകളിൽ നടന്ന കൊള്ളരുതായ്മകളുടെ പിന്നിൽ അവരുണ്ടായിരുന്നു. ഇനി ലോകത്ത് നടക്കാനിരിക്കുന്ന സർവ്വ കൊള്ളരുതായ്മകളുടെയും പിന്നിൽ ഇവരുണ്ടാകും. അതുകൊണ്ട് റബ്ബ് നമ്മളോട് പറഞ്ഞത്, നീ ദുആ ചെയ്തു കൊള്ളണം, ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. വെറുതെ റബ്ബ് പറഞ്ഞതല്ലത്. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ, ആ വർഗത്തിൽ എന്നെ ചേർക്കല്ല എന്ന് നിരന്തരം ദുആ ചെയ്തെന്ന് പറയാൻ കാരണം, ലോകാവസാനം ഇനി ഉണ്ടാകുമ്പോ അതുവരെയുള്ള സർവ്വ കുഴപ്പങ്ങളുടെയും പിന്നിൽ ഇവരുണ്ടാകും. അന്ത്യനാൾ വരെ അന്ത്യമില്ലാത്ത കുഴപ്പങ്ങളുടെ ആചാര്യന്മാരായി ജൂത സൈനിസ്റ്റുകൾ ഉണ്ടാകും. അതുകൊണ്ടാണ് ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇമാം മുസ്ലിം ഉദ്ധരിച്ചത് 2944 ഹദീസ്, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്റെ നബി പറഞ്ഞു, യത്ബഉ ദജ്ജാല മിൻ യഹൂദി അസ്ബഹാൻ. ഇസ്ബഹാനിലെ ജൂതന്മാരാണ് ലോകത്തെ ഏറ്റവും വലിയ ഫിത്നയായ, അമ്പിയാക്കൾ മുഴുവനും ഏറ്റവും ശക്തമായി താക്കീത് നൽകിയ ദജ്ജാൽ എന്ന ഫിത്ന വരുമ്പോ ആ ദജ്ജാലിന്റെ കൂടെ ഇറങ്ങി വരുന്നത്, ആ ദജ്ജാലിന്റെ പിണിയാളുകളായി വരുന്നത്, ആ ദജ്ജാലിന്റെ സെക്യൂരിറ്റിമാരായി വരുന്നത്, ആ ദജ്ജാലിന്റെ പിയമാരായി വരുന്നത് യത്ബഉ ദജ്ജാല മിൻ യഹൂദി അസ്ബഹാൻ, ഇസ്ബഹാനിലെ ജൂതന്മാരാണ്. ഇറാനിലെ ഇസ്ബഹാനിൽ താമസിക്കുന്ന ജൂതന്മാർ, ആ ജൂതന്മാരാണ് ഇപ്പറയുന്ന ദജ്ജാലിന്റെ കൂടെ, ദജ്ജാലിന്റെ പിയമാരായി, പ്രൈവറ്റ് സെക്രട്ടറിമാരായി വരുന്നത്. അവരുടെ എണ്ണം പോലും റസൂല് പറഞ്ഞു, 70,000 അലൈഹിമുത് തയാലിസ, 70,000 ആളുകൾ ഉണ്ടാകും. 70,000 ജൂതന്മാർ, അതും ചെറിയ ആളുകളല്ല, റബ്ബിമാർ, അഥവാ അവരുടെ പൗരോഹിത്യത്തിന്റെ കോട്ടും മേലാടയുമൊക്കെ അണിയുന്ന, ജൂത പൗരോഹിത്യത്തിന്റെ കോട്ടും മേലാടയും അണിയുന്ന 70,000 പ്രൈവറ്റ് സെക്രട്ടറിമാരും പിയമാരും ദജ്ജാലിന്റെ ആ അനുഗമിച്ചുകൊണ്ട് ഇറാനിലെ ഇസ്ബഹാനിലെ ജൂത വിഭാഗത്തിൽ നിന്ന് അവര് ദജ്ജാലിനെ പിന്തുടർന്നുകൊണ്ട് 70,000 ആളുകൾ വരുമെന്ന് മഹാനായ ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് പറയാൻ എന്ന് മാത്രമല്ല, ഇമാം ബുഖാരി തന്റെ സ്വഹീഹിൽ 2926 നമ്പർ ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്. എന്താ പറഞ്ഞത്? എന്താ റസൂല് പറഞ്ഞത്? ഈ കൊള്ളരുതായ്മകൾ അതിങ്ങനെ തുടർന്ന് വന്ന് അവസാനം നാടും നഗരവും ജൂതനെതിരാകും. ചില ആളുകളുടെ വംശീയമായ വാക്കാണെന്ന്, ഒരിക്കലല്ല. മുഹമ്മദ് നബിയുടെ മുഅ്ജിസത്താണത്, പ്രവാചകന്റെ മുഅ്ജിസത്താണത്, അള്ളാഹു വഹയിലൂടെ റസൂലിനെ അറിയിച്ചു കൊടുക്കുന്ന കാര്യമാണത്. ഇത് നമ്മൾ കാണുകയാണ്. റസൂൽ ഇത് പറയുന്ന കാലത്ത് നമുക്കറിയാം ജൂതന്മാർ ലോകത്ത് ആട്ടപ്പെട്ടവരാണ്, ലോകത്ത് ജൂതന്മാർ ആട്ടപ്പെട്ടവരാണ് റസൂൽ ഇത് പറയുന്ന കാലത്ത്. കാര്യം ഒരൊറ്റ ക്രിസ്ത്യാനി, ലോകവൻശക്തികളായി എന്ന് നിലനിൽക്കുന്ന ഒരൊറ്റ ക്രിസ്ത്യാനി പോലും ജൂതനെ അംഗീകരിക്കുമായിരുന്നില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാന്റെ പിൻഗാമിയായി കടന്നു വന്ന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഫലസ്തീനിലേക്ക് കടന്നു ചെന്നപ്പോ അവിടെയുള്ള പാത്രിയാക്കീസുമാര് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ വന്ന് ചമ്രം പണിഞ്ഞിരുന്നിട്ട് ആ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ആവശ്യപ്പെട്ടത്, ഞങ്ങൾ ഈ നാടും നഗരവും ഈ ബൈത്തുൽ മുഖദ്ദസും നിങ്ങൾക്ക് കൈമാറുമ്പോ ഞങ്ങൾക്ക് നിങ്ങൾ നേടിത്തരേണ്ടത് ഒന്ന് മാത്രമാണ്, ഈ നാട്ടിലെ കൊള്ളരുതായ്മകളുടെ പ്രതീകമായ ജൂതന്മാരെ, അവരുടെ ഇടങ്ങേറിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണം, ഞങ്ങളുടെ ചർച്ചുകളെ കാത്തുകൊള്ളണം, അത്രമാത്രം ഉപദ്രവം ഞങ്ങൾ ചെയ്യുന്നുണ്ട്, ഇവിടെ ജൂതന്മാരെ അഴിഞ്ഞാടാൻ വിടരുത് എന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ആവശ്യപ്പെട്ടത് ആ കാലഘട്ടത്തിൽ ഫലസ്തീനിൽ ജീവിച്ച പാത്രിയാക്കീസുമാർ, ക്രൈസ്തവ പണ്ഡിതന്മാരാണ്. ഉമർ റളിയല്ലാഹു അൻഹു അവർക്കത് എഴുതി ഒപ്പിട്ട് കൊടുത്തു. ഇനി ഒരു ജൂതനും നിങ്ങളിലേക്ക് കടന്നു വന്ന് ഈ നാട്ടിൽ നിങ്ങൾക്ക് അക്രമം ഉണ്ടാക്കില്ല എന്ന കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടിയാണ് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു എഴുതി ഒപ്പിട്ട് കൊടുത്ത കരാർ അൽ അഹ്ദത്തുൽ ഉമരിയ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കരാർ എന്ന പേരിൽ ഇന്നും ചിൽട്ട് സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ലോകത്ത്. ലോക ചരിത്രത്തിൽ മായ്ക്കപ്പെടാൻ കഴിയാത്ത രൂപത്തിൽ അന്ന് ഉമർ റളിയല്ലാഹു അൻഹു എഴുതി ഒപ്പിട്ട് കൊടുത്ത അൽ അഹ്ദത്തുൽ ഉമരിയ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഉടമ്പടി കരാർ ഇന്നും ലോക ചരിത്രത്തിൽ ചില്ലിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരൊറ്റ ക്രൈസ്തവനും അതുപോലെ തന്നെ ക്രൈസ്തവ രാജ്യങ്ങളും സ്വീകരിക്കാതെ യേശുവിനെ കൊന്നവനെ ദൂരെ പോ, യേശുവിന്റെ ഉമ്മയെ ചീത്ത വിളിച്ചവനെ ദൂരെ പോ എന്ന് മാത്രമല്ല, മലയോര പ്രദേശങ്ങളുണ്ട്, നമ്മുടെ ഈ ഹൈറേഞ്ച് പ്രദേശങ്ങളിൽ താമസിക്കുന്ന ക്രൈസ്തവരായ ആളുകൾ, അവർ പെസഹവ്യാഴത്തിന്റെ അന്ന് അവരിതാ അവരുടേതായ ചടങ്ങുകളും അവരുടെ പ്രത്യേകതരം അപ്പങ്ങളും ഒക്കെ ഉണ്ടാക്കി വെച്ചവർ നടത്തുന്ന പ്രാർത്ഥനയിൽ ഈ കേരളത്തിന്റെ മലയോര പ്രദേശങ്ങളിലെ ക്രൈസ്തവ സഹോദരങ്ങൾ ദുആ ചെയ്തിരുന്നത് ജൂതന്റെ കണ്ണുപൊട്ടി പോകണമേ എന്നാണ്. ജൂതന്റെ കണ്ണുപൊട്ടി പോകണമേ എന്ന ആ പ്രാർത്ഥന ഇന്നും പഴയകാല ക്രൈസ്തവ സഹോദരങ്ങൾക്ക് അവരുടെ ചെറുപ്രായത്തിൽ അവരുടെ വീടുകളിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ ഒരു രാജ്യം പോയിട്ട് ഒരു നാട്ടിൽ ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം പോലുമില്ലാതെ
ഓടിക്കപ്പെട്ട ഒരു വർഗമായിരുന്നു യഹൂദികൾ. മാത്രമല്ല ഖുർആൻ പറഞ്ഞതുപോലെ വമ്പൻ രാഷ്ട്ര ഇടപെടലുകൾ കൊണ്ട്, രാജാക്കന്മാരുടെ ഇടപെടലുകൾ കൊണ്ട് തൂത്തു നീക്കപ്പെട്ടവരായിരുന്നു. ഖുർആൻ മർറത്തൈനി എന്ന് പറഞ്ഞു 2 തവണ നിങ്ങൾ ആക്ഷേപിക്കപ്പെടും എന്ന് പറഞ്ഞുവെങ്കിൽ നമ്മുടെയൊക്കെ കണ്ണുകൊണ്ട് 2ാം ലോക മഹായുദ്ധത്തിൽ അഡോൾഫ് ഹിറ്റ്ലർ എന്ന് പറയുന്ന നാസി തലവനായി കടന്നു വന്ന ആ ഹിറ്റ്ലറുടെ പ്രവർത്തനങ്ങൾ നമുക്കറിയാം. ഗ്യാസ് ചേമ്പറുകൾ നിർമ്മിച്ച് ഒരൊറ്റ ജൂതനെ തെരുവിൽ കണ്ടാൽ ആ ജൂതനെ പോലും പിടിച്ചുകൊണ്ടുവന്ന് ലോകത്ത് ചരിത്രത്തിൽ തുല്യതയില്ലാത്ത രൂപത്തിൽ പീഡിപ്പിക്കപ്പെട്ട ഗ്യാസ് ചേമ്പറുകൾക്ക് വിധേയമാക്കപ്പെട്ട ഒരു വർഗമാണ് യഥാർത്ഥത്തിൽ ജൂത സമൂഹം. ആ രൂപത്തിൽ ഈ ഗ്യാസ് ചേമ്പറുകളും ഒക്കെ ഉണ്ടാകുന്ന കാലഘട്ടത്തിനു ശേഷം ഒരു ജൂതരാഷ്ട്രം ലോകത്ത് നിർമ്മിക്കപ്പെടും എന്ന് കാണാൻ കഴിയണമെങ്കിൽ അത് ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്. ഈ പീഡനങ്ങളുടെയും പ്രയാസങ്ങളുടെയും ഗ്യാസ് ചേമ്പറുകളുടെയും അഡോൾഫ് ഹിറ്റ്ലറുകളുടെയും ലോകരാഷ്ട്രത്തിന്റെ ശക്തമായ ഇടപെടലുകളിലൂടെ ഉണ്ടായിത്തീർന്ന വേൾഡ് വാറുകളെയൊക്കെ അതിജയിച്ചുകൊണ്ട് പിന്നീട് ലോകരാഷ്ട്രത്തിൽ ഒരു ഇടം നേടിക്കൊണ്ട് ജൂതരാഷ്ട്രമായി രൂപപ്പെട്ട് അതൊരു രാഷ്ട്രമായി രൂപപ്പെട്ട് വരുമെന്ന് കാണാൻ കഴിയണമെങ്കിൽ വഹിയുള്ള പ്രവാചകനല്ലാത്തത് സാധ്യമല്ല. അതുകൊണ്ട് റസൂല് പറഞ്ഞു, ലാ തഖൂമു സഅ, ലോകം അവസാനിക്കില്ല, ഹത്താ തുഖാതിലു അൽ യഹൂദ, ജൂതരാഷ്ട്രത്തോട് നിങ്ങൾ യുദ്ധം ചെയ്തിട്ടല്ലാതെ ലോകം അവസാനിക്കില്ല. എന്നിട്ട് റസൂല് പറഞ്ഞു, ഹത്താ യഖൂലൽ ഹജറു വറാഅഹുൽ യഹൂദി, ഒരു കല്ലിന്റെ പുറകിൽ അല്ലെങ്കിൽ ബങ്കറിൽ അല്ലെങ്കിൽ പറയുന്ന ഏതെങ്കിലും മരത്തിന്റെ പുറകിലൊക്കെ ഇവർ പോയി ഒളിച്ചിരിക്കും. കാര്യം ആ സൈറൻ മുഴങ്ങുമ്പോൾ ഇവർ ഒളിച്ചിരിക്കും. അവർ ഒളിച്ചിരിക്കുക എന്നതാണ് അവരുടെ പ്രത്യേകത തന്നെ. അങ്ങനെ കല്ലുകളുടെയും ബങ്കറുകളുടെയും പുറകിൽ പോയി അവർ ഒളിച്ചിരിക്കുമ്പോ കല്ലുകളെന്ന് വിളിച്ചു പറയും, മരങ്ങളെന്ന് വിളിച്ചു പറയും, യാ മുസ്ലിം യാ അബ്ദുല്ലാ തആലൂ ഖൽഫി യഹൂദി ഫഖ്തുൽഹു, ഓ അല്ലാഹുവിന്റെ അടിമേ, എന്റെ പുറകിൽ ഒരുത്തൻ ഇരിക്കുന്നുണ്ട്, ജൂതനാണവൻ, തആൽ ഓടി വാ ഫഖ്തുൽഹു, അവനെ കൊന്നിട്ട് പോ എന്ന് വിളിച്ചു പറയും ആ യുദ്ധവേളയിൽ എന്ന് ലോകത്തിന്റെ നേതാവ് ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അത്രത്തോളം കല്ലും മരവും വെറുക്കുന്ന തരത്തിൽ മനുഷ്യനെ കൊന്നൊടുക്കി മനുഷ്യരക്തത്തെ ആർത്തിയോടെ കുടിച്ച് വയറ് വീർപ്പിച്ച് ഒരു രക്തരക്ഷസായി ലോകം വെറുക്കുന്ന കല്ലും മരവും വെറുക്കുന്ന അവസ്ഥയിലേക്ക് ഈ വിഭാഗം പരിണമിച്ചു പോകുമെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞു ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ. എന്താ ഇവർക്ക് വിദ്യാഭ്യാസം ഇല്ലേ, അറിവില്ലേ, വിവേകമില്ലേ, മനസാക്ഷിയില്ലേ എന്നൊക്കെ നമ്മൾ ചോദിക്കണം. വെറുതെയാണ് ചോദ്യങ്ങൾ. ഒരു മനസാക്ഷിയുമില്ലാത്ത സൈക്കോകളായി ലോകത്ത് ഭാരമായി ഈ വർഗം മാറി വരുമെന്നുള്ളത് നമ്മളിങ്ങനെ കാണുകയാണ്. ലോകാവസാനം അടുക്കും തോറും അത് കൂടുതൽ ഇങ്ങനെ പ്രകടമാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം കെടുതികൾ ലോകത്തിന് സമ്മാനിക്കുന്ന, ലോകത്തിന് നാശം വിതയ്ക്കുന്ന, ലോകത്ത് കൂട്ടുകുടുംബമായി സ്വന്തം മക്കളോടൊപ്പം ജീവിക്കുന്ന മനുഷ്യരെ അഭയാർത്ഥികളാക്കി മാറ്റുന്ന ഇത്തരം ഇടപാടുകളിൽ നിന്ന്, ഇത്തരം ആളുകളിൽ നിന്ന് അല്ലാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ രാഷ്ട്രത്തെയും നമ്മുടെ സമൂഹത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ലോകരാജ്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനത്തിൽ നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. ഇത്തരം ഇടങ്ങേറുകളിൽ കഴിവിന്റെ പരമാവധി അതിൽ നിന്ന് അതിജയിക്കാൻ അല്ലാഹു പറഞ്ഞില്ല, അല്ലാഹുവാണ് അത് കെടുത്തിക്കളയുന്നത് എന്ന് ഖുർആൻ പറഞ്ഞില്ലേ. അത് കൂടുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി തരുമാറാകട്ടെ എന്ന് ദുആ ചെയ്യാം. റബ്ബ് സുബ്ഹാനഹു വ തആല ഇത്തരം ശർറുകൾ ഉടലെടുക്കുന്ന അവസ്ഥയിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും നാം ഏവരെയും രക്ഷപ്പെടുത്തി ഈമാനോടെ ജീവിക്കാനും ഈമാനോടെ ഇത്തരം കാര്യങ്ങളെ കണ്ടു മനസ്സിലാക്കി ഉൾക്കൊള്ളാനും റബ്ബ് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുഅ്മിനീന വൽ മുസ്ലിമീന അജ്മഈൻ ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹിൽ ഫായിസീന ബിറദല്ലാഹ് അമ്മാ ബഅദ്. സഹോദരങ്ങളെ, വലിയൊരു ഫിത്നയുടെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ കാലത്ത് ഈ ഫിത്നകളെ അതിജയിക്കേണ്ടത് എങ്ങനെയെന്ന്, ഈമാൻ കൊണ്ട് അതിജയിക്കേണ്ടത് എങ്ങനെയെന്ന് സ്വന്തം കുടുംബത്തെയും സ്വന്തം മക്കളെയും പഠിപ്പിച്ചു വളർത്തുക എന്നുള്ളതാണ് നമ്മുടെ ബാധ്യത. കാരണം ഇതിനെല്ലാം, ഇത്തരം എല്ലാവിധ ഫിത്നകൾക്കും എതിരെയുള്ള പോരാട്ടമാണ് ദീൻ എന്ന് പറഞ്ഞാൽ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ. അത് നമ്മെ സംരക്ഷിക്കും, അത് നമുക്ക് സമാധാനം തരും, നമുക്കത് ആർജവം തരും, നമുക്കത് വിജയം തരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വാഗ്ദാനമാണിത്. റബ്ബ് തആല നമുക്ക് നൽകിയ വാഗ്ദാനമാണിത്. വമാ ജഅലല്ലാഹു ഇല്ലാ ബുശ്റാ ലക്കും വലിതത്മഇന്ന ഖുലൂബുകും ബിഹി വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹിൽ അസീസിൽ ഹകീം. അല്ലാഹു നിങ്ങളുടെ മനസ്സിന് സമാധാനം തരും, അതുപോലെ തന്നെ നിങ്ങൾക്ക് സന്തോഷവാർത്ത തരും. പക്ഷേ നിങ്ങളുടെ ഹൃദയം ഈമാൻ ഊട്ടിയുറപ്പിക്കാൻ കഴിയണം എന്നാണ്. അതുകൊണ്ട് ആ രൂപത്തിൽ നമ്മുടെ മക്കളെ വളർത്തിക്കൊണ്ടുവരാൻ, ആ സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു തൗഫീഖ് തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അതിന്റെ ഭാഗമായി ഒരുപാട് പ്രോഗ്രാമുകൾ നമ്മൾ നടത്തുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മുടെ മക്കൾ
ഏതാണ്ട് +2 തലത്തിലൊക്കെയുള്ള നമ്മുടെ മക്കൾക്ക് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അവരുടെ മദ്രസ പഠനം കഴിഞ്ഞിട്ടുണ്ടാകും, അവരിങ്ങനെ മറ്റു മേഖലകളിൽ അലയുന്നുണ്ടാകും. അവർക്ക് ദീനി വിദ്യാഭ്യാസം വളരെ കൃത്യമായി അത് കണ്ടിന്യൂ ചെയ്യാനൊരു അവസരമാണ് CRI. കേരളത്തിന്റെ എല്ലാ ഇടങ്ങളിലും മാക്സിമം MSMന്റെ നമ്മുടെ കുട്ടികൾ നടത്തുന്ന പരിപാടിയാണത്. CRI കണ്ടിന്യൂ റിലീജിയസ് എഡ്യൂക്കേഷൻ എന്നുള്ള ആ ഒരു സിസ്റ്റം ഉപയോഗപ്പെടുത്തി അവർക്ക് കൃത്യമായി ആഴ്ചയിൽ ഒരു ദിവസം തുച്ഛമായ മണിക്കൂറുകൾ ദീനുമായി ബന്ധപ്പെട്ട അടിസ്ഥാന പാഠങ്ങൾ പഠിക്കുന്ന സംവിധാനമാണ്. ഇൻഷാ അല്ലാഹ് ഈ ഞായറാഴ്ച നമ്മുടെ ഈ ക്യാമ്പസിൽ അതിന്റെ ഒരു ബ്രാഞ്ച് ആരംഭിക്കുന്നുണ്ട്. നമ്മുടെ മക്കൾ അതിലേക്ക് ചേർക്കണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. അതുപോലെ തന്നെ ഒരുപാട് കുട്ടികൾ ഇവിടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പല പ്രദേശങ്ങളിൽ നിന്നും എത്തിയിട്ടുണ്ട്. അവർക്ക് വേണ്ടി, അവരുടെ വിജയത്തിനു വേണ്ടി, അവർക്ക് എല്ലാ നിലക്കും ഉയർച്ച കിട്ടാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും ദുആ ചെയ്യണം, പ്രാർത്ഥിക്കണം. മക്കളെ ഈ സ്ഥാപനത്തിലേക്ക് പറഞ്ഞുവിട്ട മാതാപിതാക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രത്യേകം ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം നേടാനും ജീവിതത്തിൽ ഏറ്റവും വലിയ ഉയർച്ചകൾ നേടാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ കുടുംബത്തിന്, അവരുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും ഇഹത്തിലും പരത്തിലും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ മക്കളെയും സ്വാലിഹീങ്ങളാക്കി വളർത്തി തരുമാറാകട്ടെ. നമ്മുടെ ഉപ്പമാർക്ക്, ഉമ്മമാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ജന്നാത്തുൽ ഫിർദൗസ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വഖാദിൽ ഹാജാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم والحمد لله رب العالمين.